ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു ഇൻറ്റൻഷൻ എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ആളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ആളുടെ ഒരു പ്ലാനിങ് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴുള്ള ഒരു ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഓവറോൾ എനർജി എന്താണ് എന്നുള്ളത് അറിയാം. ഓക്കെ, സോളിറ്റ്യൂഡാണ് വന്നിട്ടുള്ളത്. അതായത് ഒറ്റപ്പെട്ട ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ തീർത്തും നോ കോണ്ടാക്റ്റിലുള്ളവരായിരിക്കാം, ഓൺ ആൻഡ് ഓഫിലായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ഷെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. റിലേഷൻഷിപ്പ് ഉണ്ടായാലും ഇല്ലയെന്നുണ്ടെങ്കിലും, പ്രത്യക്ഷത്തിലില്ലയെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു ലോൺലിനെസ് അനുഭവപ്പെടുന്നുണ്ട്. പാർട്ട്ണറുടേതായിട്ടുള്ള സാമീപ്യമോ കാര്യങ്ങളോ രണ്ടുപേർക്കും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇനി നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷനിലേക്ക് വരാം. Okay, Four of Swords, Magician, Knight of Cups, Seven of Cups, Seven of Pentacles, Nine of Swords, Six of Swords, Ten of Swords, Emperor, The Moon energy. ഇവിടെ Ace of Swords വന്നിട്ടുണ്ട്, Knight of Wands, Five of Swords, Seven of Wands and one more Ace of Cups. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത്, ഇവിടെ ഒരു സൈലൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു വളരെയധികം സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒട്ടും നിങ്ങളുടെ കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാത്തൊരവസ്ഥ. നമ്മൾ നേരത്തെ ആ ഒരു സോളിറ്റ്യൂഡ് ഓവറോൾ എനർജി എടുത്തു. അപ്പോൾ കറൻലി ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കാം. നോ കോണ്ടാക്റ്റിലൊക്കെ ഉള്ള വ്യക്തികളുടെ തന്നെ ഒരു എനർജി ആയിരിക്കാനാണ് കൂടുതലും ചാൻസസ് ഉള്ളത്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനു മുൻപും ഇതുപോലെയുള്ള ഒരു സൈലൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്ന് അകന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ആ ഒരു പേഴ്സണായിട്ട് ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവണം. പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഓൺ ആൻഡ് ഓഫിലേക്ക് ഇരുന്നവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ ഒരു പേഴ്സൺ ഒന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു അറ്റൻഷൻ തരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലും വീണ്ടും ആ ഒരു വ്യക്തി ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവാം. ആക്ഷൻ എടുത്ത് ആ ഒരു വ്യക്തിയായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ വിചാരിച്ച ഒരു റിസൾട്ട് പിന്നെ കിട്ടിയിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു വലിയ ബ്രേക്ക് ആയിട്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അവരുടെ സിറ്റുവേഷനിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഇപ്പം നമ്മൾ നേരത്തെ ആ ഒരു സോളിറ്റ്യൂഡ് എനർജി കണ്ടതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ആ ഒരു 9 ഓഫ് സോഡ്സ് എനർജി കയറി വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സണും നിങ്ങളുടെ കാര്യത്തിൽ വിഷമമുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഒരുപാട് സങ്കടം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം.
പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ അവര് ചില സമയത്ത് ഈ ഒരു സിറ്റുവേഷനിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു അതിപ്രസരം കൊണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വരെ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയുമോ എന്ന് പോലും ഈ ഒരു പേഴ്സൺ ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളോടുള്ള ഇമോഷൻസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ ഇതിൽ അലട്ടുന്ന കാര്യം ആയിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കുറച്ച് വേദനയോട് കൂടിയാണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ചില റീഡിങ്സിനകത്തൊക്കെ പലരും കമൻറ്റിൽ പറയാറുണ്ട്, എനിക്ക് അതിൽ നിന്ന് പുറത്ത് കടന്നാൽ മതി, ഈ ഒരു വേദനയിൽ നിന്ന് പുറത്ത് കടന്നാൽ മതി, ഈ ഒരു റിലേഷൻഷിപ്പ് തരുന്ന പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെയുള്ളൊരു അവസ്ഥ ഇവിടെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയും ഇതിനായിട്ട് ശ്രമിച്ചതായിട്ട് കാണാം. അങ്ങനെയുള്ള ഒരു പേഴ്സൺ എനർജിയാണ്. ഇത് പോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിതിൽ നിന്ന് പുറത്തേക്ക് വരണം, എനിക്ക് ഇനി ഒരു പെയിൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലുള്ള സ്ട്രഗിൾ അനുഭവിക്കാൻ പറ്റില്ല എന്ന് ഈ ഒരു വ്യക്തി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കത് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതാണ് ഇവരുടെ ഒരു മൈൻഡിന് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രഗിളിങ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്ലക്ച്വേറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം അതാണ്. ഒരു പക്ഷേ ഇവരുടെ ഒരു സിറ്റുവേഷനിൽ വളരെയധികം പ്രഷർ അനുഭവപ്പെടുമ്പോൾ ഈ ഒരു പേഴ്സണ് അപ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന തോന്നലുകളായിരിക്കാം പലതും. അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജി, ഇവർക്ക് നിങ്ങളോട് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഫിസിക്കലി അട്രാക്റ്റഡ് ആണ്. എല്ലാ തരത്തിലും ഈ ഒരു പേഴ്സണ് നിങ്ങളോടൊരു അട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിലൊരു സ്വാധീനമുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ പലപ്പോഴും അത് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇന്നൊരു ലക്ഷ്യം എന്ന് പറഞ്ഞ് പോകാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇടപെടലോ അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ആ ഒരു വ്യക്തിക്ക് അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അവരുടെ മനസ്സിനകത്ത് ഈ പറഞ്ഞ ഇമോഷൻസ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം നമുക്കിവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഏസ് ഓഫ് കപ്സ് എനർജിയാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോഴുള്ള ആ ഒരു കറണ്ട് ഇതിനകത്ത് വരുമ്പോൾ പോലും നമുക്ക് കാണാനായിട്ട് കഴിയുന്ന അത്രയേറെ ഈ ഒരു പേഴ്സണ് ഒരു ഇമോഷൻസ് നിങ്ങളോടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പാറ്റേൺ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒന്ന് അകന്നിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷം ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ഒരു സ്നേഹം കൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള താല്പര്യം കൊണ്ടും വന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നല്ലൊരു ഭാവി വേണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി പോകണം എന്നുള്ള ഇൻറ്റൻഷനിൽ വന്ന വ്യക്തിയാണ്. പക്ഷേ അതവർക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഫാമിലിയൊക്കെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെയും വേണം, അല്ലെങ്കിൽ ഫാമിലി തള്ളിക്കളയാൻ പറ്റുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള പ്രഷർ താങ്ങാനായിട്ട് കഴിയുന്നില്ല. ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് ഒരുപാട് ഈ ഒരു പേഴ്സണ് ചോയ്സസ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ചോയ്സ് ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് കാണാം. ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അവർ അവർക്ക് ഒരുപാട് ചോയ്സസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് 2 കൂട്ടരും വേണം എന്നുള്ളൊരു നിലപാട് വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇനി മുന്നിലോട്ട് ചെയ്യേണ്ടത്? ചില സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി താഴെ പോകുന്ന ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു കോട്ടം തട്ടുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും പലപ്പോഴും എല്ലാവരും ഒന്ന് സെൽഫിഷ് ആയിട്ട് ചിന്തിക്കും. എൻ്റെ ഒരു നിലനിൽപ്പിനെ അത് ബാധിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലുള്ള ഇഷ്ടങ്ങളും താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ പ്രധാനമായിട്ട് നമുക്ക് മുന്നിലോട്ട് പോകണ്ടേ എന്നുള്ള ചിന്തയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു കോംപ്ലിക്കേഷൻ നല്ല രീതിയിലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു പാറ്റേൺ കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവും. ഒന്ന് സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ ഇരുന്ന്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ടായി എന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് അവരായിട്ട് തന്നെ വീണ്ടും ഇനിഷ്യേറ്റീവ് എടുത്ത് വരുന്നൊരവസ്ഥ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ആണ് അവർ വന്നത്. തീർച്ചയായിട്ടും സ്നേഹം കൊണ്ട് തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലാസ്റ്റ് ചെയ്യും എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. കാരണം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള അഷുറൻസ് ഒക്കെ ഒരുപക്ഷെ തന്നിട്ടുണ്ടാവാം. കാരണം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഷുവറാണ്. അവർ ഈ ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കണം. അല്ലെങ്കിൽ അതിന് ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ നിങ്ങൾ വേണം എന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ പോലെ തന്നെ നിങ്ങളെയും ഇത് ഒരുപാട് ഹാർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്കും ഒരുപാട് അസ്വസ്ഥത, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ടെൻഷൻ, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ, ഒരു പെയിൻ, അതെല്ലാം നിങ്ങളും ഇതിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഒരുപക്ഷെ ചില സമയങ്ങളിലെങ്കിലും ഈ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തി, അതിപ്പോൾ അല്ലെങ്കിൽ വ്യക്തികളോ അല്ലെങ്കിൽ ഫാമിലിയോ എന്തോ ആയിക്കോട്ടെ, അത് ആണ് പ്രധാനം. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓർമ്മകൾ വരാതിരിക്കാനോ ഒക്കെ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പെയിൻ താങ്ങാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും
നിങ്ങളിലേക്ക് തന്നെ വരുന്നത്. അവർ വീണ്ടും കൺഫ്യൂസ്ഡ് ആവുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ആ ഒരു അവരുടെ ഒരു നിലപാട് വിട്ട് കളിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഒരു ധാർഷ്ട്യത്തിൽ തന്നെ ഇരിക്കുകയാണ്. എനിക്കൊരു എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു പേഴ്സൺ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തന്നെ അവർക്ക് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സംഗതികൾ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സിറ്റുവേഷൻ ൻ്റെ ഒരു പ്രഷറും കൂടി വരുമ്പോഴത്തേക്കും എടുക്കുന്ന തീരുമാനത്തിന് ഒരു ബലമില്ലായ്മ വരിക, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു മാറ്റിമറിക്കുന്ന ഒരു ക്യാരക്ടർ അവിടെ വരിക. അതായത് ഇപ്പോൾ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാൻ ഇവരെല്ലാം ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് പോകും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു സ്ട്രോങ് പ്രഷർ വരുമ്പോഴത്തേക്കും ആ അടുത്തൊരു നിലപാടിന് മാറ്റം വരിക, അല്ലെങ്കിൽ പിന്നെ ആവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുക, ഇങ്ങനെയുള്ള പല ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടെ ഒരു ടൈം പീരീഡ്, അല്ലെങ്കിൽ അവരുടെ ഒരു സമയത്തിലും ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളോ ദോഷ സമയങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. കാരണം അതുകൊണ്ടാണ് മെൻ്റൽ സ്ട്രഗിളും ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയും ശരി തെറ്റുകൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ അവരുടെ മനസ്സിനകത്ത് ഉണ്ടാവുന്നത്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു മനസ്സിനും ബുദ്ധിക്കും ആ ഒരു തെളിച്ചം വേണം. അത് ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ കറൻറ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു ഓപ്പൺ കോൺവെർസേഷൻ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഈ ഒരു വ്യക്തി ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കിവിടെ കാണാം അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു മെൻ്റൽ കണക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. ഈ ഒരു പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകൾ, ചിന്തകളല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മൈൻഡ് ചിലപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു കോൺടാക്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ പോലും മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ കഴിയുന്നുണ്ടാവാം. അവരുടെ ഒരു മൂഡ് സ്വിങ്സ് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവാം. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ട്, നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ കാണാം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് അത്രയും ഡീപ്പാണ്, അല്ലെങ്കിൽ ഒരു ഫയറാണ്. ആ ഒരു പാഷനേറ്റ് എനർജി തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഒരു വ്യക്തി തന്നെയാണ്. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൺ കാണിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് അത്രയും ഓക്കെ അല്ല എന്നുള്ളൊരു നിലപാട് ഈ ഒരു വ്യക്തിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് അവർക്കൊരു സ്വസ്ഥതയില്ലാത്തത്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന നിലപാടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയോട് കാണിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അത് ഓക്കെ അല്ല. നമ്മളുടെ നിലപാടിന് വേണ്ടി, നമ്മളുടെ ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു പോവുകയാണ്. പക്ഷേ എങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര ശരിയല്ല എന്നുള്ളൊരു ബോധ്യം ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവാം. ഇപ്പോൾ കറൻറ്റ്ലി നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടായാലും ആരുണ്ടായാലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തിയും ഉള്ളത്. നമ്മൾ ആ ആദ്യമേ എടുത്ത ആ ഒരു സോളിറ്റ്യൂഡ് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ഈ ഒരു പേഴ്സണും ആ ഒരു സോളിറ്റ്യൂഡ് അനുഭവിക്കുന്നുണ്ട്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഡിഫെൻസീവായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഇപ്പോൾ തേർഡ് പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളെ തമ്മിൽ അകറ്റി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ കടുത്ത നിലപാട് കാരണമാണ് ഈ ഒരു സിറ്റുവേഷനൊക്കെ വന്നതെങ്കിൽ അവിടെയും ഈ ഒരു പേഴ്സൺ ആ ഒരു എന്താ പറയുക, ഡിഫെൻസീവായിട്ട് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ കറൻറ്റ്ലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാനായിട്ട് ഈ പേഴ്സൺ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. അവരുടെ മനസ്സിനകത്ത് അവർ വിചാരിച്ചാൽ പോലും നിങ്ങൾ ഇറങ്ങി പോവില്ല, അല്ലെങ്കിൽ അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല. നിങ്ങളോട് ഒരുപാട് സ്നേഹം ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ അവരിവിടെ ഒരു ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനും എതിർത്ത് മുന്നിലേക്ക് വരണം എന്നൊരാഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. പിന്നെ ഈ ഒരു പേഴ്സൺ ഈ പറഞ്ഞതുപോലെ ഒരു ഫ്ലക്ച്വേറ്റിംഗ്, അല്ലെങ്കിൽ ഈ നമ്മളുടെ സിറ്റുവേഷൻ കാര്യങ്ങളുടെയൊക്കെ ഒരു പ്രഷർ വരുമ്പോൾ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു പ്രഷർ വരുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാവുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു എനർജി കൂടി നോക്കാം. ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ആക്ഷൻ ആയിരിക്കും അവർ എടുക്കുന്നത്, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുമോ എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. ആക്ഷൻ എടുക്കുമോ, അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ വന്നിട്ടുള്ളത് ആ ഒരു ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കും എന്നുള്ളതാണ്. കാരണം നമ്മളിവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരൊറ്റ കാർഡിലൂടെ നമുക്ക് ഇവിടെ പറയാനുള്ളത്. അതായത് എന്തൊക്കെ ചോയ്സസ് ഉണ്ടായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ വേറെ അവർക്ക് കിട്ടുന്നു എന്ന് വന്നോട്ടെ, അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് കഴിയില്ല. കാരണം അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ, അല്ലെങ്കിൽ ആ ഒരു മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുത്ത് വീണ്ടും നിങ്ങളുമായിട്ട് ആ ഒരു കോൺടാക്റ്റിലേക്ക് വരും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരും എന്നുള്ളതാണ്. അവർക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ തരാനായിട്ട് ആഗ്രഹമുള്ള ഒരു പേഴ്സണാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് എത്ര തടസ്സം ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയായിട്ട് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലൊക്കെ
വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ചിലർ തമ്മിൽ അങ്ങനെയുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനോ കാര്യങ്ങളും കൂടിയുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിട്ടു പിരിയാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു വ്യക്തിക്ക് അതിനെക്കുറിച്ചൊന്നും അത്ര ബോധ്യമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തത്. ഇത്രയേറെ പ്രഷർ, വേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആ ഒരു വ്യക്തിയെ മറക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ എന്തുകൊണ്ട് എൻ്റെ മനസ്സിന് സാധിക്കുന്നില്ല എന്നുള്ളത് ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ വന്ന ആ ഒരു ലവേഴ്സ് എനർജി പോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ട് കളയില്ല. വീണ്ടും ഇപ്പോൾ നോ കോൺടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. അത്തം നക്ഷത്രം, പത്തനംതിട്ട, ട്രിവാൻഡ്രം, letter R, October month, letter P, letter N, ചോതി നക്ഷത്രം, number 18, number 22, കോഴിക്കോട്, number 6, number 31, number 3, Aries zodiac sign, letter Y, number 20, April month, number 25, വയനാട്, മകം നക്ഷത്രം, number 21, number 4, letter I, number 1, letter C, and finally letter G. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എനർജി, സിറ്റുവേഷൻ, ക്ലോസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ പോലെ നിങ്ങൾക്കും ഒരുപാട് ആ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഇവർ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ലൈഫുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട്, ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.